ഞങ്ങളങ്ങനെ മണ്ഡലം ചുറ്റി വന്നപ്പോൾ വടകരയിലെ മേപ്പയിൽ വീവേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെത്തി. ഇപ്പോൾ പരമ്പരാഗത കൈത്തറി മേഖലയൊക്കെ വലിയ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന ഒരു സമയം കൂടിയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അവർക്ക് അവരുടെ പ്രശ്നങ്ങൾ പറയാനുള്ള ഒരു പ്ലാറ്റ്ഫോം കൂടി നമ്മൾ ഒരുക്കി കൊടുക്കുകയാണ്. നിങ്ങൾ ഒരുപാട് പ്രതിസന്ധി കൂടെ കടന്നു പോകുന്നുണ്ട്. ഇടക്കാലത്തൊക്കെ നിങ്ങൾക്ക് ജീവിതം മെച്ചപ്പെടുത്താൻ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പോൾ എന്താണ് അതിൻ്റെയൊക്കെ ഒരു അവസ്ഥ? ഇപ്പം എന്ന് വെച്ചാൽ ഈ യൂണിഫോം കിട്ടുന്നത് കൊണ്ടാണ് അത്യാവശ്യം പണിയെങ്കിലും ഉണ്ടെന്ന് പറയാൻ പറ്റുന്നത്. എന്നാലും കൂലീൻ്റെ വലിയ പ്രശ്നമാണ്. ഇവിടെ 5-6 മാസമായി നമുക്ക് കൂലിയെല്ലാം കിട്ടിയിട്ട് അത്യാവശ്യത്തിന് എന്തെങ്കിലും ഒരു ഡോക്ടറെ അടുത്തൊക്കെ പോകണമെന്നെല്ലാം പറഞ്ഞാൽ ഒരു 500 റുപ്യല്ലോ ഓഫീസിൽ പോയി ചോദിച്ചാൽ കിട്ടും സെക്രട്ടറീൻ്റെ കയ്യിൽ നിന്ന്. ഇപ്പോൾ അടുത്ത പക്ഷേ ഉള്ളതുകൊണ്ട് നമുക്ക് പണി ഉള്ള മറ്റൊരു വന്നതിന് ഒരു പണി നമുക്ക് പണിയേ ഇല്ല. ഇവർ വന്നതിന് ശേഷം ഇപ്പോൾ 10 കൊല്ലമായി പുതുതായിട്ട് ആരും വരുന്നില്ല. അതിൻ്റെ കാരണം പൈസയില്ല, പണി. ഈ MLAക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നാണ് നിങ്ങൾ ഇതുവരെയുള്ള MLA ഇപ്പോൾ കഴിഞ്ഞ 5 വർഷം നിങ്ങളുടെ കാര്യത്തിൽ ഇടപെട്ടിട്ടില്ല എന്നൊരു പരാതി ഉണ്ടോ? MLA ഇതുവരെ ഞങ്ങൾ KK രമയല്ല ഇപ്പോഴത്തെ MLA, ഓലൊന്നും ഇതുവരെ ഇതിനെപ്പറ്റി അന്വേഷിക്കൊന്നുമില്ല. ഇടതുപക്ഷം തന്നെ വരണം. ഇടതുപക്ഷം വന്നോണ്ടാ ഞങ്ങൾക്ക് ഇവിടെ പണിയല്ലേ കൂട്ടിയിട്ടുണ്ടാവും. എന്താ പറയാനുള്ളത്? ഞങ്ങളെ ഇൻസെൻറ്റീവ് കഴിഞ്ഞ 2019 പകുതി വരെ കിട്ടിയിട്ടുള്ളൂ. അതിന് ശേഷം അതങ്ങനെ നിൽക്കുന്നുണ്ട്. അത് ഇതുവരെ വന്നിട്ടില്ല. സർക്കാർ തുടരണം. സർക്കാരിലെ ആള് രക്ഷപ്പെടൂല, ഒരിക്കലും രക്ഷപ്പെടൂല സർക്കാരില്ലെങ്കിൽ. ഇപ്പൊ ഇവിടുത്തെ ഈ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണം എങ്ങനെയുണ്ട്? നിങ്ങളുടെ ഒരു അഭിപ്രായം എന്താണ്? ഉഷാർ തന്നെ. ഇവിടെ LDF ആണ് മുൻപന്തി എത്തുക. അവർ തന്നെ ഇനി അടുത്ത് ഇത് വരും 3-ാം വട്ടം. എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ കൈത്തറി മേഖലയ്ക്ക് പ്രത്യേകിച്ച് സർക്കാർ സഹായങ്ങൾ ചെയ്യുന്നുണ്ട്? ഇപ്പോൾ 5 കൊല്ലം ഇപ്പം 5 കൊല്ലം ശേഷം കൊറോണ വന്നുകൊണ്ട് കുറവ്. അതിന് മുമ്പിട്ട് കൃത്യമായിട്ട് കൂലി, എല്ലാവർക്കും പണി. അതിനകത്ത് UDF വന്നിട്ടുണ്ടെങ്കിൽ ഈ യൂണിഫോം എന്നൊരു സാധനം ഉണ്ടാവില്ല. ഇപ്പം എന്ന് പറഞ്ഞാൽ ഈ ശരിക്കും ഈ വ്യവസായം നിന്ന് പോകുന്നത് തന്നെ ഈ LDF സർക്കാരുള്ളത് കൊണ്ടാണ്. പിന്നെ LDF സർക്കാർ ഇനി തുടർന്ന് വന്നിട്ടില്ലെങ്കിൽ ഞങ്ങൾ താഴോട്ട് പോകുന്നുള്ളൊരു അവസ്ഥയിലാണുള്ളത്. പിന്നെ കൂലിയെല്ലാം കുറച്ച് പെൻഡിങ് ഉണ്ട്. പക്ഷെ അത് ഇന്നല്ലെങ്കിൽ നാളെ കിട്ടുന്നുള്ളൊരു വിശ്വാസമുണ്ട് ഞങ്ങൾക്ക്. സർക്കാർ ഭരണം മാറി വന്നാൽ ആ ഒരു പ്രതീക്ഷ പോകും. സതീശ് പറഞ്ഞിക്ക് ഇവലിങ്ങനെ ആക്കി വെച്ചിട്ടൊന്നും ഞങ്ങൾക്ക് തരാനാവില്ല. അതുകൊണ്ട് എത്രയും വേഗത്തിൽ തന്നെ ഞങ്ങൾക്ക് ഇത് തന്നെ LDF തന്നെ വരണം, അധികാരത്തിൽ വരണം. നിങ്ങളിപ്പോൾ 5-6 റോഡും 5-6 പേര് പാതിയെല്ലാം വെച്ച് ഞങ്ങൾക്കൊരു വലിയ ഗുണമൊന്നുമല്ലല്ലോ. ഞങ്ങൾ സാധാരണക്കാർ ജീവിക്കുന്നത് അങ്ങനെ അധ്വാനിച്ച് ജീവിക്കുന്ന വർഗത്തിലുള്ള പോലെ ഞങ്ങൾ. അന്നേരം ഞങ്ങൾക്ക് ഇത് വിമാനവും പിന്നെ കാറും ബസ്സൊന്നും അല്ലല്ലോ, ഞങ്ങൾക്ക് ഇതല്ലേ വേണ്ടത്. വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് പറഞ്ഞത്. ഈ നമ്മൾ ഒരുപാട് വലിയ കാര്യങ്ങളെക്കുറിച്ചാണ് പലരും സംസാരിക്കുക. സാധാരണക്കാരുടെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ, അന്നന്ന് ജീവിച്ചു പോകാനുള്ള പ്രശ്നങ്ങൾ, അതിനെക്കുറിച്ചാണ് ഇവർക്ക് പറയാനുള്ളത്. അപ്പോൾ അതുതന്നെയാണ് നമുക്കും ഈ നിൽക്കുന്ന സ്ഥാനാർത്ഥികൾക്കും മുന്നണികൾക്കും ഒക്കെ മുന്നിലേക്ക് വയ്ക്കാനുള്ളതും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.